നമസ്കാരം. ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മയിൽ ശിശുദിനം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഘോഷിച്ചു. കുട്ടികളുടെ ഒറ്റപ്പെടലിനെ, കുട്ടികളോടുള്ള അവഗണനയെ, കുട്ടികളുടെ സ്വപ്നങ്ങളെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന അത്തരം ചില കുട്ടിക്കാഴ്ചകളിലേക്ക്. നടുക്കടലിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു പോയൊരു കുട്ടി ഇന്ന് സ്വപ്നങ്ങളുടെ നടുവിലാണ്. ഏറെ വെള്ളം കുടിച്ചെങ്കിലും ഒടുവിൽ അവൻ തീരത്തിന് അടുത്തെത്താറായി. തീരം കാണുമ്പോൾ അവന്റെ ഉള്ളം തുടിക്കുകയാണ്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അൺകണ്ടീഷണൽ അപ്പോളജി എന്ന് പറഞ്ഞാൽ അതിലും തെറ്റില്ല. കാരണം ചെയ്ത പ്രവർത്തികളെ ന്യായീകരിക്കാനല്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയി. ആ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കില്ല. അതിനൊരു അൺകണ്ടീഷണൽ അപ്പോളജി എന്ന് പറയുന്നതിലും തെറ്റില്ല. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടില്ല, നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഞാനില്ല. എൻ്റെ പാർട്ടി പ്രസിഡന്റ് ശരത് പവാറാണ്, എൻ്റെ നേതാവ് സോണിയാഗാന്ധി അല്ല. എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞു. പിന്നെയും പിറ്റേന്ന് പറയാണ് ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, വേണോ വേണ്ടേ, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ നാണം കെട്ട വർത്താനം പറയേണ്ട ആവശ്യം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെ KPCC അന്ന് എടുത്തതിനെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളുണ്ട്. എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടെങ്കിലും അതിന് വശംവദമാവാതെ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനും ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും. എന്ത് പ്രകോപനം ഉണ്ടെങ്കിലും ആത്മസംയമനം പാലിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. ഇല്ലേ? ഇല്ല. പട്ടി എന്തോ പട്ടി എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ടേ ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരക്ഷരം മിണ്ടില്ല. കോൺഗ്രസിന്റെ അവസാന വാക്ക് ഹൈക്കമാൻഡാ. പക്ഷെ ഡൽഹിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചർച്ചയും നടക്കുന്നില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറ് തുപ്പും, ചെരിപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ, ഞാൻ സഹിക്കും. ശ്രീ കെ മുരളീധരനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണ്ട, അത് പാർട്ടിക്ക് ഗുണകരമാവുകയില്ല. നല്ല കവള്. ഒരിക്കൽ അച്ഛൻ ഉപേക്ഷിച്ചെങ്കിലും മുങ്ങിത്താഴുമ്പോൾ അച്ഛൻ അയച്ച കത്ത് ഒരു തോണിയാക്കിയാണ് ഈ കുട്ടി ഇപ്പോൾ തീരത്തേക്ക് തുഴയുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി നേരിട്ട് ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുവാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലോ അല്ലാതെയോ ആവശ്യമുണ്ടെങ്കിൽ KPCC എക്സിക്യൂട്ടീവ് ഇത് വീണ്ടും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഈ കത്തിനെ കുറിച്ച് കൗരവ് പടയിൽ ചില മുറുമുറുപ്പുണ്ട്. ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭീഷ്മ പിതാമഹൻ എങ്ങനെ കത്തെഴുതും എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം കിട്ടാനുള്ള അന്വേഷണത്തിലാണ് ഹസ്തിനപുരി ഇപ്പോൾ. ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനകത്തിട്ടവനാരാന്നറിയണം. എനിക്കറിയില്ല. ഈ കത്ത് വന്ന വഴി കത്തിലെ സത്യം അതെങ്ങനെ കണ്ടെത്താം? ഏതായാലും നുണപരിശോധന പ്രായോഗികമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പുതിയ രീതി ആവിഷ്കരിക്കുക. അത്തരമൊരു രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ കൗരവപ്പട ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് നടങ്ങ്. ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ.
ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. നോക്കി ആളെ കണ്ടുപിടിക്കാം. ഞാനെഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോകാം. പക്ഷെ ഇനി സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഞാനിപ്പോ എന്റെ തുമ്പപ്പൂ കുരുന്നേ, എന്റെ തുമ്പപ്പൂ കുരുന്നേ.